ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് അവിൽ മിൽക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് ഒരുപോലെ ദാഹവും വിശപ്പും മാറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടി ഞാനിതാ മൈസൂർ പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് തൊലി കളഞ്ഞിട്ട് എടുക്കാം. പഴം എടുക്കുന്ന സമയത്ത് നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ വേണ്ടി നോക്കാം. ഞാനിപ്പോൾ 6 മൈസൂർ പഴമായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 3 ഗ്ലാസിൻ്റെ അളവാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് കുത്തിയെടുക്കാം. ഈ ഒരു രീതിയിൽ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ കുത്തിയെടുക്കാം. ഞാനിപ്പോൾ നമ്മളെ വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ചതക്കുന്ന ആ ഒരു ഇതെടുത്തിട്ടാണ് ചെയ്യുന്നത്. അതേപോലെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ കുത്തിയിട്ട് തന്നെ എടുക്കണം. അല്ലാണ്ട് മിക്സിയിലൊന്നും അടിക്കരുത്. അങ്ങനെ ആകുമ്പോൾ ഫൈനായിട്ട് അരഞ്ഞു പോകും. അങ്ങനെ പറ്റില്ല. നമ്മളിത് ലാസ്റ്റ് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇത് ചെറുങ്ങനെ കടിക്കാൻ കിട്ടണം. ആ ഒരു രീതിയിൽ കുത്തിയിട്ട് തന്നെ എടുക്കാം. അല്ലാണ്ട് മിക്സിയിൽ അരച്ചെടുക്കാൻ പാടില്ല. അതൊന്ന് കുറച്ചൊന്ന് കുത്തിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയെല്ലാം നിങ്ങളെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്തിട്ട് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. നല്ല തണുത്ത പാല് തന്നെ ചേർക്കാൻ വേണ്ടി നോക്കാം. ഞാനിപ്പം 1 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ബാക്കി ചേർക്കാം. 1 കപ്പ് പാലിപ്പം ചേർത്തിട്ട് നല്ലോണം തന്നെ അത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് മധുരം ഒന്ന് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് ആവശ്യമാണെങ്കിൽ ഒന്നും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പാല് കുറച്ച് കുറവ് പോലെ തോന്നിയിട്ട് ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വെക്കാം. ഇനി അടുത്ത പരിപാടി നമുക്കിതാ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് അവിലൊന്ന് വറുത്തിട്ടെടുക്കാം. അവിലെല്ലാം നിങ്ങൾ എത്ര ഗ്ലാസ്സാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അളവിനനുസരിച്ചിട്ട് എടുക്കാം. ഈ അവിൽ നമുക്കൊന്ന് വറുത്തിട്ടെടുക്കാം. അവിൽ വറുക്കുന്ന സമയത്ത് ഫ്ലെയിം ലോയിലാക്കി തന്നെ വെക്കാം. അല്ലെങ്കിൽ അവിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അവിലങ്ങനെ കുറേ ടൈം ഇട്ട് വറുത്തെടുക്കൊന്നും വേണ്ട. ഒരു 2-3 മിനിറ്റ് അങ്ങനെ വറുത്താൽ മതി. എന്നിട്ട് അവിൽ അവിടെ മാറ്റി വെക്കാം. ആ സെയിം പാനിൽ തന്നെ ഞാനിതാ കടല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളെ പീനട്ട് നിലക്കടല. കടല ഓൾറെഡി വറുത്തിട്ടുള്ളതാണ് നിങ്ങളെ കയ്യിലുള്ളതെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് വറുക്കാത്ത കടലയായതുകൊണ്ട് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. അതുപോലെ കടലയും വറുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വെക്കാം. കടലയും നമുക്ക് വറുത്തിട്ടെടുക്കാം. അപ്പോൾ അതും വറുത്തവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇപ്പം ഞാൻ 2 ഗ്ലാസ്സിലാട്ടാ സെറ്റ് ചെയ്യുന്നുള്ളൂ. ടോട്ടൽ ഞാൻ ആക്കിയത് 3 ഗ്ലാസിൻ്റെ അളവിനനുസരിച്ചാണ്. 2 ഗ്ലാസ്സിലേക്ക് നമുക്ക് കുറച്ച് നമ്മൾ നേരത്തെ ആക്കി വെച്ച ആ ഒരു പഴത്തിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 3 സ്പൂണ് കണക്കാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിന് മേലെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച് അവിൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ അവിൽ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉള്ളത്. ഈ ഒരു രീതിയിൽ തന്നെ വറുത്തിട്ടെടുക്കാം. അവിൽ കരിഞ്ഞു പോകാണ്ട് നോക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അവിലും 3-4 ടീസ്പൂണ് ഇതിന് മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് പൊരി ചേർത്ത് കൊടുക്കാം. അത് 2 ഗ്ലാസ്സിലും ഒരു 3-4 ടീസ്പൂണ് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഇനി വേണമെങ്കിൽ ഏതെങ്കിലും ഫ്രൂട്ട്, ആപ്പിളോ മാംഗോ അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ഫ്രൂട്ടൊന്നും ചേർക്കുന്നില്ല. പിന്നെ നമുക്കിതിലേക്ക് കടല ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നേരത്തെ വറുത്തെടുത്ത് വെച്ച ആ കടല തൊലി കളഞ്ഞ് വെച്ചതാണ്.
അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നേരത്തെ നമ്മൾ ചെയ്ത പോലെ ആ ഒരു പഴത്തിൻ്റെ മിക്സ് പിന്നെ ഇതിന് മേലെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നേരത്തെ ചെയ്ത പോലെ അവൽ ചേർത്ത് കൊടുക്കാം, പൊരി ചേർത്ത് കൊടുക്കാം, കടല ചേർത്ത് കൊടുക്കാം. അതെല്ലാം ആ ഒരു രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഇതിലേക്ക് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഐസ്ക്രീം ഞാനിപ്പം വാനിലൻ്റെ ഐസ്ക്രീം ആട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് 2 ഗ്ലാസ്സിന് മേലെ ഇതേപോലെ കുറച്ചിട്ട് കൊടുക്കാം. ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് ബൂസ്റ്റ് പൊടിയും കൂടി ഐസ്ക്രീമിൻ്റെ മേലെയായിട്ട് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിന് മേലെ ഇനി നമുക്ക് ടൂട്ടി ഫ്രൂട്ടി കയ്യിലുണ്ടെങ്കിൽ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. അപ്പം നമ്മുടെ അവിൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇനി മൊത്തത്തിൽ സ്പൂൺ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടാട്ടാ കഴിക്കാം. അപ്പം സെറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. മൊത്തം മിക്സ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാം. അപ്പം എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.